15,000 വോട്ടേഴ്സ് മാത്രമുള്ള ഒരു രാജ്യത്ത് ഒരു നേതാവ് 2,34,000 വോട്ടുകൾക്ക് ജയിച്ചു. സ്വാഭാവികമായിട്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാലോ അതൊരു കള്ള തെരഞ്ഞെടുപ്പൊക്കെ ആയിരുന്നു ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ചതി നിറഞ്ഞ, ഏറ്റവും കാപട്യം നിറഞ്ഞ ഇലക്ഷൻ നടത്തിയതിന്റെ പേരിൽ ഓരോ രാജ്യത്തിന്റെ നേതാവിന് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1927 ലൈബീരിയയിലെ പ്രസിഡന്റ് ആയിരുന്ന ചാൾസ് ടി.ബി. കിങ്ങിനാണ് ഇങ്ങനെ ഒരു ബഹുമതി, ഒരു പ്രത്യേക ബഹുമതിയൊക്കെ ലഭിച്ചത് കേട്ടോ, ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് അദ്ദേഹം ട്രൂ വിഗ് പാർട്ടിയുടെ നേതാവായിരുന്നു. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായ തോമസ് ഫോക്നറിനെ ഇദ്ദേഹം 2,34,000 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇതിലെ ഒരു തമാശ എന്താന്ന് വെച്ചാല്, അന്നത്തെ കാലത്ത് ആ ഒരു നാട്ടില് വെറും 15,000 വോട്ടുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി മറ്റൊരു തമാശ എന്താണെന്ന് വെച്ചാല്, പരാജയപ്പെട്ടു എന്നാണെങ്കിൽ പോലും ഫോക്നർക്കും 9,000 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്ര. ദി മോസ്റ്റ് റിഗ്ഡ് എവർ ഇലക്ഷൻ. ഇങ്ങനെയാണ് 1927 നടന്ന ഈ ഇലക്ഷനെ പിൽക്കാലത്ത് ലൈബീരിയയുടെ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ഹെഡ് ആയിട്ട് വന്ന ഫ്രാൻസിസ് തോമസ് മോറിസ് വിശേഷിപ്പിച്ചത്. അന്നത്തെ ആ ഇലക്ഷനിൽ 1590% വോട്ടർ ടേൺ ഔട്ട് കാണിച്ചിരുന്നത്ര. ലൈബീരിയക്ക് ഇപ്പോഴും കറപ്ഷന്റെ കാര്യത്തിലും ഇത്തരം കള്ളത്തരങ്ങളുടെ കാര്യത്തിലും ഒന്നും വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ലെന്നൊക്കെയാണ് ചില കണക്കുകളൊക്കെ പറയുന്നത്. ലോകരാജ്യങ്ങളുടെ ലിസ്റ്റിൽ കറപ്ഷന്റെ കാര്യത്തിൽ 180 രാജ്യങ്ങളിൽ 142ാമത്തെ സ്ഥാനമാണ് ലൈബീരിയക്ക് ഇപ്പോഴും ഉള്ളത്.